الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവിശാലമായ സ്വർഗം അനന്തരമെടുക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കണമേ, പ്രയത്നിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാന്ത്യം വരെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കാലിന് ശക്തമായ മുടന്ത് ബാധിച്ചിട്ടുണ്ട്. 4 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. 4 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് 4 ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉഹുദ് യുദ്ധത്തിനുള്ള വിളംബരം പ്രഖ്യാപനം വന്നു. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ അദ്ദേഹത്തെ യുദ്ധത്തിന് അനുവദിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇളവുണ്ട്. മുടന്തുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഇളവ് നൽകിയിട്ടുണ്ട്.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ് ലൈസ അലൽ അഅ്മാ ഹറജ്. അന്ധന്മാർക്ക്, കാഴ്ചയില്ലാത്തവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് കുറ്റമില്ല. വലാ അലൽ അഅറജ് ഹറജുൻ വലാ അലൽ മരീദ് ഹറജ്. മുടന്തുള്ളവർക്കും രോഗമുള്ളവർക്കും യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് കുറ്റമുണ്ടാകുകയില്ല, പാപമുണ്ടാകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ മക്കൾ ഇതാണ് അദ്ദേഹത്തോട് പറയുന്നത്, അല്ലാഹു നിങ്ങൾക്ക് ഒഴികഴിവ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു തന്റെ ആവലാതി ബോധിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. പ്രവാചകനോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ മക്കൾ എന്നെ യുദ്ധത്തിന് പുറപ്പെടാൻ അനുവദിക്കുന്നില്ല. അവരിന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകുന്ന മറുപടി, ഫഖദ് വദഅ അല്ലാഹു അൻകൽ ജിഹാദ്. താങ്കളുടെ മക്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികഴിവ് നൽകിയിട്ടുണ്ട്. താങ്കൾക്ക് യുദ്ധം നിർബന്ധമല്ല. പക്ഷേ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ആഗ്രഹം ബോധിപ്പിക്കുകയാണ്. ഇന്നി ലഅർജു അൻ ഉസ്തശ്ഹദ് ഫഅതഅ ബിഅർജതി ഹാദിഹി ഫിൽ ജന്ന. പ്രവാചകരെ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് ഷഹീദാകണം, രക്തസാക്ഷിയാകണം. അതുവഴി എന്റെ ഈ മുടന്തുള്ള കാലുമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നത് എന്റെ ആഗ്രഹമാണ് പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കുക. അദ്ദേഹത്തിന്റെ ആഗ്രഹം അതാണെങ്കിൽ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു കൊള്ളട്ടെ. ലഅല്ലല്ലാഹ യർസുഖുഹു ശഹാദ. ഒരുപക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം, ഷഹീദ് എന്ന ബഹുമതി നൽകിയേക്കാം. മഹാനായ സ്വഹാബി ഉഹുദിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു, ഷഹീദായി മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്നത്, ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ അണിനിരക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു മനുഷ്യൻ തന്റെ ജീവൻ സമർപ്പിക്കേണ്ടി വരും അല്ലാഹുവിന്റെ മുമ്പിൽ. തന്റെ കുടുംബക്കാരെ ബലി കഴിക്കേണ്ടി വരും. തന്റെ മക്കളോട്, ഭാര്യയോട്, മാതാപിതാക്കളോട് എല്ലാവരോടും യാത്ര പറയേണ്ടി വരും. ദുനിയാവിൽ എന്തെന്ത് ആഗ്രഹമുണ്ടോ, അഭിലാഷമുണ്ടോ, ആ ആഗ്രഹങ്ങളെല്ലാം പരിത്യജിക്കാൻ തയ്യാറാകണം. അതാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്നത്. പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് യുദ്ധം. ഒരുപാട് ത്യാഗങ്ങളുടെ ആവശ്യമുണ്ട്. എന്നാൽ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ന്യായമായ കാരണമുണ്ടായിട്ടും ഒഴികഴിവുണ്ടായിട്ടും ഒരൊറ്റ കാര്യത്തിന് വേണ്ടി അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആശിക്കുകയാണ്, കൊതിക്കുകയാണ്, സ്വർഗത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം തന്നെയാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ആഗ്രഹത്തിന് എത്ര കണ്ട് കരുത്തുണ്ട്, തീവ്രതയുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅദ. നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവ് മനുഷ്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങളുമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഈ ദുനിയാവിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിനോളം ഭാരമുണ്ടായിരുന്നെങ്കിൽ, പരിഗണനയുണ്ടായിരുന്നെങ്കിൽ, മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ, അത്രയെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവിന് പരിഗണനയുണ്ടായിരുന്നെങ്കിൽ
ഒരു കാഫിർ പോലും, ഒരു അവിശ്വാസി പോലും ഈ ദുനിയാവിൽ നിന്ന് ഒരിറ്റ് വെള്ളം പോലും കുടിക്കില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന് യാതൊരു വിലയുമില്ലാത്തത് കൊണ്ടാണ് അവിശ്വാസികളായ ആളുകൾ, കുഫാറുകളായ ആളുകൾ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഅമത്തും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് നുകർന്നുകൊണ്ട് ജീവിക്കുന്നത്. ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ മൂല്യമില്ലായ്മ മനസ്സിലാക്കി, അതിന്റെ അപ്രാധാന്യം മനസ്സിലാക്കി. ദുനിയാവിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും, എത്ര തന്നെ അസൗകര്യമുണ്ടായാലും അതൊന്നും പരിഗണിക്കാതെ, വകവയ്ക്കാതെ പരലോകത്തേക്ക് വേണ്ടി ജീവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച ഒരു വിരിപ്പിൽ, പായയിൽ കിടന്നുറങ്ങുകയാണ്. അവിടുന്ന് എണീച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർശ്വങ്ങളിൽ ആ പായയിൽ കിടന്നുകൊണ്ട് പാടുകൾ വീണിട്ടുണ്ട്. ഇത് സ്വഹാബാക്കൾ കാണുകയാണ്. സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലവിത്തഖദ്നാ ലക വിതാഅ, പ്രവാചകരെ, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി മിനുസമായ, മൃദുലമായ, ഇതിനേക്കാൾ നല്ല വിരിപ്പ് തയ്യാറാക്കി നൽകാം. താങ്കൾ ഈത്തപ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച പായിൽ കടന്ന് താങ്കളുടെ പാർശ്വങ്ങളിൽ പാട് വീണിട്ടുണ്ട്, അടയാളം വന്നിട്ടുണ്ട്. സ്വഹാബാക്കൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി, മാലി വമാലി ദുനിയ. സ്വഹാബാക്കളെ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിന്റെ ഉപമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാ അന ഫിദ് ദുനിയ ഇല്ലാ കറാകിബ്, ഞാൻ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരനെ പോലെയാണ് ഈ ദുനിയാവിൽ ഞാനുള്ളത്. ഇസ്തവല്ല തഹ്ത ശജറത്തിൻ സുമ്മ റാഹ വതറകഹ, യാത്ര ചെയ്ത് ക്ഷീണം അനുഭവപ്പെടുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ, അതിന്റെ തണലിൽ വിശ്രമിക്കും. ക്ഷീണം നീങ്ങിക്കഴിഞ്ഞാൽ ആ മരത്തെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും യാത്ര തുടരും. അങ്ങനെയുള്ള ഒരു യാത്രക്കാരനെ പോലെയാണ് ഈ ദുനിയാവിൽ ഞാനെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദുനിയാവിനെ ഉപമിക്കുന്നത് മരത്തോടാണ്, മരത്തിന്റെ തണലിനോടാണ്. ഒരു യാത്രക്കാരൻ താൻ വിശ്രമിക്കാനിരുന്ന മരത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് പോലെ ഓരോ മനുഷ്യരും പരലോകമാകുന്ന തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പുറപ്പെടുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴുള്ള ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന്, തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്, അവിടെ വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങളും നന്മകളും സ്വരൂപിക്കാനും സ്വായത്തമാക്കാനുമുള്ള ഇടം മാത്രമാണ് ദുനിയാവ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന്റെ ഇടയിൽ, പരലോകത്തേക്ക് വേണ്ടി നന്മകൾ ഒരുക്കുന്നതിന്റെ ഇടയിൽ ദുനിയാവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ദുനിയാവിലെ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം, ദുനിയാവിന് വേണ്ടിയും നിങ്ങൾ അധ്വാനിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദിനചര്യകളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. രണ്ടിലൊരു കാര്യമായിരിക്കാം നമുക്ക് നമ്മളോട് പറയാനുണ്ടാകുക. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം, പരലോകത്തേക്ക് വേണ്ടി ജീവിക്കുന്നതിന്റെ ഇടയിൽ ദുനിയാവിനെ മറന്നു കളയണ്ട. പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ,
അതിന്റെ ഇടയ്ക്ക് ദുനിയാവിന് വേണ്ടി ജീവിക്കാൻ നീ മറന്നു പോകേണ്ട. ഇതായിരിക്കാം ഒന്നുകിൽ നമ്മുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുണ്ടാകുക. അതല്ല എങ്കിൽ നമുക്ക് നമ്മളോട് പറയാനുണ്ടാകുക, ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുന്നതിന്റെ ഇടയിൽ, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നതിന്റെ ഇടയിൽ പരലോക ജീവിതത്തെ നീ മറന്നു കളയേണ്ട. നശ്വരമായ ജീവിതത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അനശ്വരമായ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് നീ മറന്നു കളയരുത് എന്നതായിരിക്കാം ഒരുപക്ഷെ നമുക്ക് നമ്മളോട് പറയാനുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ്, അങ്ങേയറ്റം വലിയ നാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കെല്ലാവർക്കും മടങ്ങിച്ചെല്ലാനുള്ളത് രണ്ടിലൊരിടത്തിലേക്കാണ്, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഈ രണ്ടിടങ്ങളിൽ ഒന്നിലേക്കല്ലാതെ ഒരു മനുഷ്യനും അവസാനിച്ചു പോകുന്നില്ല. സ്വർഗമില്ല, നരകമില്ല, പുനരുദ്ധാനമില്ല എന്ന് എത്ര തന്നെ നിഷേധിച്ചാലും മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ച് പിന്നീട് മരിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഭവനങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിലേക്കായിരിക്കും സകല മനുഷ്യരും അവസാനം എത്തിച്ചേരുക എന്നത് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്. അവിടേക്ക് പോകാനുള്ള വിഭവങ്ങളും നന്മകളും ഒരുക്കാനുള്ള ലോകത്താണ്, കളത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ആരാധന ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് വാതിലുകളാണ്, സ്വർഗത്തിന്റെ വാതിലുണ്ട്, നരകത്തിന്റെ വാതിലുണ്ട്. ആരാധനകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടുകയാണ്. അതല്ല, ആരാധനകൾ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് അത് ഒഴിവാക്കുകയാണെങ്കിൽ, മടി കാണിച്ച് അതിനെ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ നരകത്തിന്റെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾക്ക് സാഹചര്യം ഒത്തുവരുമ്പോ ഇതുപോലെ തന്നെയാണ്, രണ്ട് കവാടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് തീരുമാനിക്കാം ഏത് തിരഞ്ഞെടുക്കണമെന്ന്. ഹറാമുകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഹറാമുകളിൽ മുഴുകിക്കഴിഞ്ഞാൽ നരകത്തിന്റെ കവാടം തെരഞ്ഞെടുത്തവരായി നമ്മൾ മാറും. അതല്ല, ക്ഷമ പാലിച്ച് സ്വന്തം ഇച്ഛയെയും ഇംഗിതങ്ങളെയും അടക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സ്വർഗത്തെ തെരഞ്ഞെടുത്തവരായി നമ്മൾ മാറും. ഏത് തെരഞ്ഞെടുത്താലും വിജയം കൈവരിക്കുന്നവർ സ്വർഗത്തിലെത്തുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവരെ മാത്രമാണ് വിജയം കൈവരിച്ചവർ. ദുനിയാവിലെ നേട്ടങ്ങളിലല്ല പരലോകത്തെ വിജയത്തിന്റെ മാനദണ്ഡം. പരലോകത്തിലെ വിജയം അളക്കുന്നത്, കണക്കാക്കുന്നത് നരകത്തിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത്, അള്ളാഹുവിന്റെ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവരാണ് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയം കൈവരിച്ചവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. പരലോകത്ത് കാഫിരീങ്ങളിൽ, അവിശ്വാസികളിൽ ദുനിയാവിൽ വെച്ച് ഏറ്റവും അധികം ആസ്വാദനങ്ങളും നിഅമത്തും കിട്ടിയ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അവിശ്വാസികളിൽ വെച്ച് ദുനിയാവിൽ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയ മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് കൊണ്ടുവരും. ശേഷം അല്ലാഹു പറയും, യഗ്മിസൂഹു ഫിന്നാരി ഗംസ ഫയുഗ്മസു ഫിഹാ. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകും, ആ മനുഷ്യനെ ഒന്ന് നരകത്തിൽ മുക്കിയെടുക്കുക. മണിക്കൂറുകളോളം നരകത്തിൽ ഇടണ്ട, കേവലം ഒരു നിമിഷ നേരത്തേക്ക് നരകത്തിൽ പ്രവേശിപ്പിച്ച് പുറത്തെടുക്കുക. ആ മനുഷ്യനെ നരകത്തിൽ മുക്കിയെടുക്കും. ശേഷം ആ മനുഷ്യനോട് ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല,
ഹൽ അസാബക നഈമുൻ ഖത്തു, നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ? ചെറിയ തോതിലെങ്കിലും ദുനിയാവിൽ അനുഗ്രഹമോ ആസ്വാദനമോ സുഖമോ സൗകര്യമോ നിനക്കുണ്ടായിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയും ലാ മാ അസാബനി നഈമുൻ ഖത്തു. ദുനിയാവിൽ വെച്ച് ഏറ്റവും അധികം അനുഗ്രഹം ലഭിച്ച മനുഷ്യൻ നരകത്തിലൊന്ന് മുക്കിയെടുത്തപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന മറുപടി, അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് ഒരു അനുഗ്രഹവും ലഭിച്ചിട്ടില്ല, ഒരു നിഅമത്തും ദുനിയാവിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു നിമിഷ നേരത്തേക്ക് നരകത്തിൽ അകപ്പെട്ടപ്പോഴേക്കും ദുനിയാവിലെ സകല അനുഗ്രഹങ്ങളും സകല സുഖ സൗകര്യങ്ങളെ കുറിച്ചുമുള്ള ഓർമ്മകൾ വിസ്മരിക്കപ്പെടുകയാണ്. അത്രയേറെ പ്രയാസമാണ്, കഠിനമാണ് നരകം. രണ്ടാമതൊരു മനുഷ്യൻ അല്ലാഹു കൊണ്ടുവരും, വയുഅ്താ ബി അശദ്ദിൽ മുഅ്മിനീന ദർറൻ വബലാഅ. ഈമാനുള്ളവരിൽ വിശ്വാസികളിൽ വെച്ച് ഈ ദുനിയാവിൽ ഏറ്റവും അധികം പ്രയാസവും ക്ലേശവും ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരും. അവിടുന്ന് പറയപ്പെടും, യഗ്മിസുഹു ഗംസതൻ ഫിൽ ജന്ന ഫയുഗ്മസു ഫിഹാ ഗംസ. അല്ലാഹു പറയും, ആ മനുഷ്യനെ സ്വർഗത്തിൽ ഒന്ന് പ്രവേശിപ്പിച്ച് പുറത്തെടുക്കുക ഒറ്റ നിമിഷത്തേക്ക്. അതുപോലെ ചെയ്യും. ശേഷം ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഹൽ അസാബക ദർറുൻ ഖത്തു ഔ ബല. താങ്കൾക്ക് ദുനിയാവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പ്രയാസം താങ്കൾക്ക് ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ടോ? ദുനിയാവിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച, ജീവിതകാലം മുഴുവൻ നീറി ജീവിച്ച ആ മനുഷ്യൻ സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിച്ച് പുറത്തെടുക്കുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന മറുപടി, മാ അസാബനി ഖത്തു ദർറുൻ വലാ ബല. അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസവും എനിക്കുണ്ടായിട്ടില്ല. ഒരു നിമിഷ നേരത്തേക്ക് സ്വർഗത്തിലൊന്ന് പ്രവേശിച്ചപ്പോഴേക്ക് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമെല്ലാം ആ മനുഷ്യൻ മറന്നുപോയി. അത്രമേൽ മഹത്തരമാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെയും സ്വർഗത്തിന്റെയും അന്തരം പറഞ്ഞില്ലേ, ലമൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ. സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം ലഭിച്ചാൽ, തീരെ തടിയില്ലാത്ത ചെറിയ തോതിൽ വലുപ്പമുള്ള ചാട്ടവാറ് വെക്കാൻ അതിന് ഒരുപാട് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അത്ര ചെറിയ സ്ഥലമാണ് സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്നതെങ്കിൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ, ആ ഇടമാണ് ദുനിയാവും അതിലുള്ള സകല വിഭവങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഖൈറെന്ന് ഉത്തമമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ തീരുമാനിക്കുക, ദുനിയാവിന് വേണ്ടി, ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി പരലോകത്തെ മാറ്റിവെക്കണോ, അതല്ല പരലോക വിജയത്തിന് വേണ്ടി, അവിടെയുള്ള സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ദുനിയാവിലെ അല്പം സൗകര്യങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും ആസ്വാദനങ്ങളും പരിത്യജിക്കണമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ആഗ്രഹിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും അധ്വാനിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന സ്വർഗം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവേശിച്ച, പ്രവേശനാനുമതി നേടിയ സ്വർഗമാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവേശനാനുവാദം നേടിയ സ്വർഗ്ഗത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരെല്ലാം അവരുടെ ജീവിതത്തിൽ ത്യാഗങ്ങൾ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി അധ്വാനിച്ച് നേടിയ സ്വർഗ്ഗത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അവർ ചെയ്ത ത്യാഗങ്ങളുടെയും പരിശ്രമത്തിന്റെയും ഒരംശം പോലും നമ്മൾ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന നമ്മുടെ ആഗ്രഹം കേവലം സ്വപ്നമായി കൊണ്ട് അവശേഷിക്കും. അധ്വാനിക്കാതെ സ്വർഗം ലഭിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പ്രയാസങ്ങൾ കൊണ്ട് വലയം ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി ദുഷ്കരമായിരിക്കും, ദുർഘടമായിരിക്കും. ഒരുപാട് കൽപ്പനകൾ ഉണ്ടാകും, വിരോധനകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടാകും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. അതിന് കീഴ്പ്പെടുമ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ വെട്ടിത്തെളിക്കുന്നത്. ഇന്നത് ഭക്ഷിക്കണം, ഇന്നത് ഭക്ഷിക്കരുത്, അത് കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, അത്തരത്തിലുള്ള സംസാരങ്ങൾ പാടില്ല. 5 നേരവും പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കരിക്കണം, അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യണം. പലിശ, അത്തരത്തിലുള്ള ഇടപാടുകളുമായി കൊണ്ട് ബന്ധപ്പെടരുത്. ഹറാമായ കച്ചവടത്തിൽ ഇടപെടരുത്. കളവ് നടത്തിക്കൊണ്ട്, ചതി കാണിച്ചുകൊണ്ട്, വഞ്ചന കാണിച്ചുകൊണ്ട് കച്ചവടം നടത്തരുത്. ഇതൊക്കെ ജീവിതത്തിൽ അനുസരിച്ചു പോരാൻ കുറച്ച് പ്രയാസമുണ്ടാകും. സാമ്പത്തികമായി കൊണ്ട് അങ്ങേയറ്റം പ്രയാസത്തിൽ അകപ്പെട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ പലിശ ഇടപാടുകളുമായി കൊണ്ട് ബന്ധപ്പെടാതിരിക്കുമ്പോഴാണ്, അന്യായമായി കൊണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചെടുക്കാതിരിക്കുമ്പോഴാണ് സ്വർഗം ലഭിക്കുക. അവിടെ ക്ഷമ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ സ്വർഗം കേവലം നമ്മുടെ ആഗ്രഹമായി കൊണ്ട്, സ്വപ്നമായി കൊണ്ട് മാറും. നരകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലയം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളെ കൊണ്ടാണ്, ഇംഗിതങ്ങളെ കൊണ്ടാണ്, ശഹവത്തുകളെ കൊണ്ടാണ്. നരകത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. നമ്മുടെ മനസ്സ്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, അല്ലാഹു പറയുന്നത് മനുഷ്യന്റെ മനസ്സ് മനുഷ്യനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും ഹറാമുകൾ ചെയ്യാൻ, തിന്മകൾ ചെയ്യാൻ. അല്ലാഹുവും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ നമ്മുടെ മനസ്സ് താല്പര്യം കാണിക്കും. ആ മനസ്സിനെ കഠിനാനിട്ട് പിടിച്ചു വെച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ കഠിന കഠോരമായ നരകത്തിൽ ആപതിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ സ്വഹാബാക്കളും ആഗ്രഹിച്ച സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ അവർ ചെയ്ത ത്യാഗങ്ങൾ ചെയ്യാൻ നമ്മളും തയ്യാറാകണം. അവരെ പോലെ പരിശ്രമിക്കാൻ നമ്മളും തയ്യാറാകണം. അവരെ പോലെ ജീവിതത്തിന്റെ ദുനിയാവിന്റെ സുഖങ്ങൾ അല്പമെങ്കിലും ഒഴിവാക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. അത്തരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നതുപോലെ ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് അല്ലാഹു പൂർണ്ണാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും മുസ്ലിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. തഖ്വയോടുകൂടി, ഇഖ്ലാസോടുകൂടി ജീവിതത്തിന്റെ അവസാനം വരെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأستغفر الله لي ولكم ولسائر المؤمنين من كل ذنب فاستغفروه إنه هو الغفور الرحيم.